AAC 13B ലാസ്റ്റ് സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഡിസ്ചാർജ് സമ്മറി ഹാസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടന്റ് എന്നതാണ്. നമ്മളുടെ ഗ്രേപ്സിൻ്റെ ഡിസ്ചാർജ് സമ്മറിയിൽ ഓൾമോസ്റ്റ് ഈ കണ്ടന്റ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ തുടരാം. പക്ഷേ ചില ഹോസ്പിറ്റലിൽ കസ്റ്റമൈസേഷൻ പറഞ്ഞ് അതിൽ വേരിയേഷൻ മേടിക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് രാജ്യം നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അത് കീപ്പ് ചെയ്യുന്ന നല്ലത്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഒരു കുറച്ച് മിനിമം കണ്ടന്റ് വേണമെന്ന് ഒരു ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. പേഷ്യൻ്റെ പേരുണ്ടായിരിക്കണം, MR നമ്പർ, യൂണീക്ക് ID, പേഷ്യൻ്റ് OP നമ്പർ എന്നൊക്കെ വിളിക്കുന്ന യൂണീക്ക് ID നമ്പർ ഉണ്ടാവണം. ട്രീറ്റിംഗ് ഡോക്ടറുടെ പേര് അവിടെ ഉണ്ടാവണം. ഡേറ്റ് ഓഫ് അഡ്മിഷനും ഡേറ്റ് ഓഫ് ഡിസ്ചാർജും ഉണ്ടാവണം. ഓർക്കണേ, ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് ഡിക്ലെയർ ചെയ്തിട്ടാണ്. അല്ലാതെ അത് നമ്മുടെ കണ്ടന്റിൽ വേണ്ട എന്ന് വാദിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഡേറ്റ് ഓഫ് അഡ്മിഷനും ഡേറ്റ് ഓഫ് ഡിസ്ചാർജും ഉണ്ടാവണം. റീസൺ ഫോർ അഡ്മിഷൻ ഉണ്ടാവണം. സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സും ഡയഗ്നോസിസും പേഷ്യൻ്റ് കണ്ടീഷൻ ഓഫ് ഡിസ്ചാർജും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെന്താണ്, നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രൊസീജിയറുകൾ ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊസീജിയറുകൾ ഏതൊക്കെയാണ് ചെയ്തത്, ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെയാണ് ചെയ്തത്, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, മെഡിക്കേഷൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും അഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായോടെ വേണം. ട്രീറ്റിംഗ് ഡോക്ടറുടെ പേരിൻ്റെ കൂടെ ടീം മെമ്പേഴ്സിൻ്റെ പേര് വേണമെങ്കിൽ ട്രീറ്റിംഗ് ടീം ആയിരുന്നെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തീരുമാനിക്കുന്ന എക്സ്ട്രാ ആഡ് ഓൺസ് എന്തൊക്കെ വേണോ അത് ഒരു പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിൽ നമ്മളവിടെ ഫിക്സ് ചെയ്യണം. അത് ഓരോ ദിവസവും തോന്നിയ കണക്ക് മാറ്റുന്ന ഒരു പരിപാടി വേണ്ട. സ്പെഷ്യാലിറ്റി വൈസ് നമുക്കതിനകത്ത് ചേഞ്ച് വരുത്താം. പക്ഷെ ഒരു ബേസിക് കണ്ടന്റിനെ കുറിച്ച് നമുക്കൊരു കൃത്യത വേണം. ഏത് സ്പെഷ്യാലിറ്റിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസ്ചാർജ് സമ്മറി കൊടുത്താലും ഈ ബേസിക് കണ്ടന്റുകൾ അവിടെ ഉണ്ടാവും. AAC 13B says that discharge summary has a standardized content. ആ സ്റ്റാൻഡർഡൈസ്ഡ് കണ്ടന്റിനകത്ത് പേഷ്യൻറ്റിനെയും ഡോക്ടറെയും ട്രീറ്റ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആൾറെഡി നമ്മൾ അതിൻ്റെ ലിസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ ബേസിക് കണ്ടന്റ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇനി റീസൺ ഫോർ അഡ്മിഷൻ, ലാബ് റിസൾട്ട്, ഇതെല്ലാം തന്നെ ഡിസ്ചാർജ് സമ്മറി BSIയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രേപ്സ് IDMRൻ്റെ റിപ്പോർട്ട്സ് ജനറേഷൻ മെക്കാനിസം ഉണ്ട്. അവിടെ പോയി ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് സെക്രട്ടറി ആണ് ചെയ്യുന്നതെങ്കിലും ഡോക്ടറാണ് ചെയ്യുന്നതെങ്കിലും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ലോഡ് ആയിക്കോളും. നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അതിനെ മിനിമൈസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി കോഡ് എഴുതി കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് അത് വേണ്ട. കാരണം ഇത് മാൻഡേറ്ററി ആണെന്ന് വർഷങ്ങളായി നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അത്രയും കൃത്യം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് അവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. വ്യക്തികളെ അധിഷ്ഠിതമായിട്ടല്ല, നമ്മുടെ സ്പെഷ്യാലിറ്റിയോ ഡിപ്പാർട്ട്മെൻറ്റോ അനുസരിച്ച് നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോഴും ബേസിക് കണ്ടന്റ്സ് അവിടെ ഉണ്ടാവണം. സോ AAC 13B says that discharge summary has a standardized content format.